ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കുമ്പളങ്ങ ജ്യൂസ്. അപ്പോൾ ഹെൽത്തിയായ ഒരു ജ്യൂസാണ് ഈ കുമ്പളങ്ങ ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഇത് മസ്റ്റായിരിക്കും. ഇതിന് നല്ല റിസൾട്ട് തന്നെ കിട്ടിയിരിക്കും. അപ്പം ഇത് ജ്യൂസ് അടിക്കേണ്ട രീതി ഇങ്ങനെയാണ്. അതിനകത്തുള്ള തൊലിയൊക്കെ ചെത്തിയിട്ട് അതിനകത്തുള്ള കുരുവെല്ലാം നല്ലോണം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മാത്രമേ നല്ലോണം അരിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പം ഇത് 2 ആഴ്ച രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഇത് കുടിച്ചുടനെ ആഹാരം കഴിക്കുകയൊന്നും ചെയ്യരുത്. അരമണിക്കൂറിന് ശേഷം നമ്മൾ ചായയോ ആഹാരമോ എന്തായാലും കഴിക്കാവുള്ളൂ. അതേപോലെ ഇത് കുടിച്ചിട്ട് നമ്മൾ കുറച്ച് ഒരു 10 മിനിറ്റൊക്കെ എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതിന് റിസൾട്ട് കിട്ടും. കാരണം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, മാഗ്നീഷ്യം, ഫോസ്ഫറസ് ഒക്കെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. 96% വാട്ടർ കണ്ടൻ്റാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ ശരീരത്തിന് നല്ല ഗുണമാണ് ചെയ്യുന്നത്. മസിൽ പെയിനൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. അതേപോലെ ദഹനക്കേടുണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. അപ്പോൾ ഇത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ വിശപ്പ് തന്നെ ഉണ്ടാവില്ല. അപ്പം അതാണ് ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്. അപ്പം ഇത് കുടിച്ചാൽ നമുക്ക് ആഹാരത്തിനോട് വലിയ താല്പര്യം തോന്നത്തില്ല. അപ്പോൾ അങ്ങനെ രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ വണ്ണമുള്ളവർക്ക് വണ്ണം കുറയാനും അതുപോലെ വെയിറ്റ് കുറയാനും നല്ല ഒരു മരുന്ന് തന്നെയാണിത്. അപ്പോൾ ഇത് നമ്മൾ ആഹാരത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോൾ ഇതേപോലെ മിക്സിക്കകത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസ് അടിക്കുക. കാരണം വെള്ളം ഒഴിച്ചാലേ ഇത് നല്ലോണം അരഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പം ഇത് ഇങ്ങനെ തന്നെ ഒന്നും ചേർക്കാത്ത കുടിക്കുന്നതാണ് നല്ലത്. പിന്നെ അല്ലാതെ സാധാരണക്കാർക്ക് കുടിക്കണമെങ്കിൽ ഇതിനകത്ത് 2 പുതിനയിലയും ഒരു കഷ്ണം നാരങ്ങ, ഒരു നുള്ള് കുരുമുളക് പൊടി, ഒരു നുള്ള് ഉപ്പും ചേർത്ത് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ രാവിലെ അടിച്ച് കുടിക്കുക. അപ്പോൾ നമ്മുടെ മസിൽ പെയിൻ, ജോയിൻറ്റ് അങ്ങനെയൊക്കെയുള്ള ഭാഗത്തുള്ള വേദനകളൊക്കെ മാറിക്കിട്ടും. ദഹനക്കേടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ സ്റ്റോൺ ഉള്ളവർക്ക് തീർച്ചയായിട്ടും സ്റ്റോൺ ഇത് കുടിച്ചാൽ പോയിരിക്കും. നല്ല റിസൾട്ടാണിത്. അപ്പോൾ ഇത് നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞവരുണ്ട്. അപ്പം അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളിത് 2 ആഴ്ച കുടിച്ചിട്ട് പോയി വെയിറ്റ് നോക്ക്. അതുമാത്രമല്ല, ഈ ജ്യൂസ് കുടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇതിനകത്തുള്ള വെയിറ്റ് കുറയണമെന്നില്ല. അപ്പോൾ ഇതിനകത്ത് എണ്ണയിൽ പൊരിച്ചതും വറുത്തതുമായ കാര്യങ്ങളും പിന്നെ കടയിലെ ഫാസ്റ്റ് ഫുഡ് അങ്ങനെയൊക്കെ ഉള്ളത് മേടിച്ച് കഴിക്കാതിരിക്കുക. അപ്പം അങ്ങനെ നോക്കിയിട്ട് ഇത് കുടിക്കുകയാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. ഇപ്പം ഇനിയിപ്പോൾ അല്ലാതെ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടെങ്കിൽ ഇതേപോലെ അപ്പം ഞാൻ ഒരു കുമ്പളങ്ങ എടുത്തിട്ട് കുറച്ച് ഭാഗങ്ങളും കൂടെ ഉണ്ട് ബാക്കി. അപ്പം ഇതിൻ്റെ കാൽഭാഗം ബാക്കി അരിഞ്ഞതും കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ജ്യൂസ് അടിച്ച് കുടിച്ച് നോക്കുക. അപ്പം അതിനകത്ത് പുതിനയിലയും കുരുമുളകും നാരങ്ങയും ഒരു നുള്ളുപ്പും ചേർത്ത് അല്ലാത്തവർക്കായിട്ട് ഇതേപോലെ ഒന്ന് കുടിക്കുക. അപ്പോൾ ശരീരത്ത് ഏറ്റവും നല്ല റിസൾട്ട് ഇത് കിട്ടുകയും ചെയ്യും. കുടിച്ചാൽ നമ്മൾ ആഹാരത്തിലൊക്കെ ഇത് കുമ്പളങ്ങ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് കുടിച്ച് നോക്കുക. നല്ല വേറൊരു ടേസ്റ്റ് കിട്ടും ഇങ്ങനെ കുടിക്കുമ്പോഴത്തേനും. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.